മാന്യ സ്നേഹിതർക്ക് സ്നേഹവന്ദനങ്ങൾ. TPM-ന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് ഒരു പ്രസംഗ ഭാഗം കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഷെയർ ചെയ്തിരുന്നു. പാസ്റ്റർ MT തോമസിന്റെ പ്രസംഗമാണ്. സുവിശേഷ വേലക്കാരുടെ പ്രതിഷ്ഠ മറ്റിതര സുവിശേഷകരെക്കാൾ കൂടിയതാണെന്ന് കാര്യകാരണ സഹിതം മൂപ്പർ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയുണ്ട്. അത് ഒരല്പം പറഞ്ഞേച്ച് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ഇവർ ചെയ്യുന്നതെന്നും ഒരു വിശകലനമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇനി ഊഴിയരുടെ വിശ്വാസത്തിൽ ഇനി വേലക്കാരുടെ വിശ്വാസം 14:26 മറ്റുമല്ല, 14:26 മാത്രമല്ല, അതിനേക്കാളും മേന്മയാന ഒരു പ്രതിഷ്ഠയുണ്ട്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രതിഷ്ഠയുണ്ട്. അതുതാൻ അന്നക പ്രതിഷ്ഠ, അതാണ് ഷണ്ണന്മാർ എന്ന പ്രതിഷ്ഠ. 19:12 നാം വാസിക്കുമ്പോൾ 19:12 അങ്ങ് അന്നകനെ കുറിച്ച് വാസിக்கிறோம். അവിടെ ഷണ്ണനെ കുറിച്ച് വായിക്കുന്നു. ഇന്ത്യക്ക് വാട്സാപ്പിൽ അതേ വിഷയത്തെ അവർ നമ്മളെ തുച്ഛமாக എഴുതുகிறார். വാട്സാപ്പിലൊക്കെ അവർ വളരെ പുച്ഛിച്ചത് എഴുതുന്നു. മലയാളത്തിൽ അവർ சொல்றாங்க ഷണ്ണൻ 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 എന്ന് சொல்லி നമ്മളെ പുച്ഛിക്കുകയാണ്. മലയാളത്തിൽ ഷണ്ണൻ ഷണ്ണൻ എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്നു. ദേവനുക്ക് മഹിമ. ഇത് മേന്മയാന പ്രതിഷ്ഠ, ഇത് ശ്രേഷ്ഠമായ പ്രതിഷ്ഠ. എഴുത്തിൻപടി അക്ഷരീകമായി ഞങ്ങൾ ആരും അന്നകനല്ല, ഞങ്ങൾ ആരും ഷണ്ണന്മാരില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് കേൾക്കണം. ഷണ്ണൻ ഷണ്ണൻ എന്ന് പറഞ്ഞ് നമ്മളെ ആൾക്കാരെല്ലാവരും കളിയാക്കുകയാണ്. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ ഷണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഴുത്തിൻപടി നമ്മൾ ആരും ഷണ്ണന്മാരല്ല. അപ്പൊ അതങ്ങ് സമ്മതിക്കുകയാണേ. എന്ന് പറഞ്ഞാൽ ഷണ്ണന്മാരല്ലാതിരിക്കെ ഷണ്ണന്മാരെന്ന് പറയുന്നവർ, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവർ, ആ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതിൽ വേറെ മാറ്റി ഉപയോഗിക്കാൻ ഒന്നും അവിടെ ഇല്ല. AI ടെക്നോളജി ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരുത്തരും നമ്മളെ അങ്ങ് പറഞ്ഞ് കളിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. അതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അവരുടെ ആൾക്കാർ കേൾക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ, അത് നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. അപ്പൊ ഇവിടെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ബൈബിൾ പറയുന്നത്, എന്താണ് ഇവരുടെ വ്യാഖ്യാനം, നമുക്ക് നോക്കാം. അപ്പൊ അവര് തന്നെ പറയുകയാണ്, ഞങ്ങൾ ഷണ്ണന്മാരല്ല. എഴുത്തിൻപടി അക്ഷരീകമായി ഞങ്ങൾ ആരും അന്നകനല്ല, ഞങ്ങൾ ആരും ഷണ്ണന്മാരില്ല. അപ്പൊ അന്നകൻ എന്ന് சொன்னால் അർത്ഥം എന്താണ് അർത്ഥം? ദേവനുക്ക് മഹിമ. അടുത്ത തലമുറയെ ഉരുവാക്ക കഴിവില്ലാത്തവർ, ഇനി ഒരു തലമുറയെ ജനിപ്പിക്കുവാൻ കഴിയാത്തവർ. ദേവനുക്ക് മഹിമ. இந்த അന്നകൻ 3 വിധത്തിലുണ്ട് എന്ന് വേദം சொல்லுகிறது. 3 വിധത്തിലുള്ള ഷണ്ണന്മാർ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. അടുത്ത തലമുറയെ ജനിപ്പിക്കാൻ കഴിയാത്തവരാണ് ഷണ്ണന്മാർ. ഇന്ന് 3 ഐറ്റം ഉണ്ട്. നമുക്കൊന്ന് കേൾക്കാം. മത്തേയി 19:12 വാസിക്കുമ്പോൾ പിറവിയിൽ പിറന്ന അന്നകൻ, ഷണ്ണന്മാരായി ജനിച്ചവർ. പിറവിയിൽ അതെ മദ്രാസ് പട്ടണത്തിൽ ഏറാളം നിങ്ങൾ പാർக்கலாம். ചെന്നൈ നഗരത്തിലേക്ക് പോയാൽ ധാരാളം പേരെ കാണാം. അവർക്ക് ദുന്മാർഗർ, അവർ വളരെ ദുഷ്ടന്മാർ, മികവും മോശமான ജീവിയം ചെയ്യുகிறார், വളരെ മോശമായി ജീവിക്കുന്നവർ. അതേ അർത്ഥത്തിൽ താൻ ഇന്ത്യക്ക് ചിലർ വാട്സാപ്പിൽ പോടുகிறார்கள். അതേ രീതിയിലാണ് ഞങ്ങൾ അപ്പടിപ്പെട്ട അന്നകനല്ല, ഞങ്ങൾ അങ്ങനെയുള്ളവരില്ല, പിറവിയിൽ പിറന്ന അന്നകനല്ല, ജന്മനാ ഷണ്ണന്മാരില്ല. ജന്മനായി ഉണ്ടായിരിക്കുന്ന ഷണ്ണന്മാർ മദ്രാസ് പട്ടണത്തിലുണ്ട്. അവര് മോശക്കാരെന്നാണ് പറയുന്നത്. നമ്മളവരെ മോശക്കാരെന്ന് പറയുന്നത് മോശമാണ്. അവരുടെ ശാരീരിക പ്രയാസങ്ങൾ കാരണം അവരെ 2 ലിംഗക്കാരും കൂട്ടാതെ വരികയും അവർ സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്ത് മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. അവരനുഭവിക്കുന്ന വ്യഥ അവർക്കേ അറിയത്തുള്ളൂ. അവർ ദുർമാർഗികളാണ് എന്ന് നമ്മൾ പറയുന്നത് ഒരു കൊള്ളാമെന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പോട്ടെ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് മനുഷ്യരാൽ അന്നകളാക്കപ്പെട്ടവர்கள், മനുഷ്യർ ഷണ്ണന്മാരാക്കിയവരുമുണ്ട്. മനുഷ്യർ ഷണ്ണന്മാരാക്കിയവർ ചികിത്സയിൽ മൂലமாக, ഓപ്പറേഷൻ ചെയ്ത്, ചില മരുന്ന് മൂലமாக അവനെ അന്നകനാக മാറ്റിനാർ, ഷണ്ണനാക്കി മാറ്റുന്നു. എസ്തേറെ പാതുകാക്കുമ്പടിക്ക് അരമനയിൽ ഒരു അന്നകൻ കാണപ്പെട്ടാൻ. എസ്തറിന്റെ പരിപാലനത്തിന് അരമനയിൽ ഷണ്ണൻ ഉണ്ടായിരുന്നു. എത്യോപ്യ റാണിയുടെ അന്നകന്റെ വേദത്തിൽ വാസിக்கிறோம். എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ എന്ന് ബൈബിളിൽ വായിക്കുന്നു. വേദത്തിൽ മനുഷ്യനാൽ അന്നകനാക്കപ്പെട്ട അനേക അന്നകരെ പാർக்கலாம். ബൈബിളിൽ മനുഷ്യർ ഷണ്ണന്മാരാക്കി അനേക ഷണ്ണന്മാരെ കാണാം. ഇവരുടെ വേല என்ன? ഇതാണ് ഇവരുടെ പ്രവൃത്തി. ഇവർ കന്യകളെ പാതുകാക്ക വേണ്ടും, കന്യകമാരെ പരിപാലിക്കണം. എസ്തേറെ പോன்ற കന്യകളെ பாதுகாக்க வேண்டும். போലുള്ള കന്യകമാരെ പരിപാലിക്കണം. അന്നകനക്ക് மட்டும்தான் വാലിബർകളെ സഹോദരികളെ പാதுகாக்க முடியும். അതുകൊണ്ട് ഷണ്ണന് മാത്രമേ യുവതികളെ സഹോദരിമാരെ പരിപാലിക്കാൻ. അരമനയിൽ മനുഷ്യരാൽ അന്നകളാക്കപ്പെട്ട അന്നകൾ ഇരുന്നാர்கள். ആകയാൽ രാജധാനികളിൽ മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ടായിരുന്നു. അന്ത ഗ്രൂപ്പിൽപ്പെട്ടവരല്ല ഞങ്ങൾ. വളരെ കൃത്യമായിട്ട് അവർ പറയുകയാണ്, മറ്റുള്ളവർ ഷണ്ണന്മാരാക്കിയവർ. കൊട്ടാരങ്ങളിൽ കന്യകമാരെ നോക്കേണ്ടുന്ന ജോലി ഇവർക്കാണ്. അതുകൊണ്ട് അവരെ ഷണ്ണന്മാരാക്കും. ഷണ്ണന്മാർക്ക് മാത്രമേ അവരെ നോക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പുലിവാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവരെ വാസ്തവത്തിൽ പാസ്റ്റർ ആൽവിൻ ഷണ്ണനാക്കിയതാണ്. പക്ഷെ ഇവര് ഷണ്ണന്മാരല്ല. എന്ന് പറഞ്ഞാൽ ഇവര് ഷണ്ണത്വം സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഒരു ഉടായിപ്പിലൂടെ ഷണ്ണന്മാരെന്ന് പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ തന്നെ ഇവർക്ക് 4 കന്യകമാരെ നോക്കേണ്ടതായിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ മദറ്, ഒരു പാട്ടുകാരി, 2 സഹോദരിമാര്. പണ്ടാണ് ഇത്രയും ഉണ്ടാട്ടോ. ഇപ്പൊ ഇത്രയും ആളിറക്കമില്ല. അതുകൊണ്ട് ഇത്രയും ആൾക്കാരെ കൊണ്ടു കിടക്കാനില്ല.
ഈ 4 കന്യകമാരെ സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വത്തോടു കൂടി ഒരു സഭയിൽ ചാർജിലിരിക്കുന്ന ഷണ്ണൻ വാസ്തവത്തിൽ ഒറിജിനൽ ഷണ്ണൻ ആയിരിക്കണ്ടേ? കൊട്ടാരത്തിൽ കന്യകമാരെ നോക്കാൻ വേണ്ടി കാവൽ വച്ചിരിക്കുന്ന ഷണ്ണന്മാരെ അല്ലെങ്കിൽ അതിനെടുക്കുന്ന ആളിനെ വരിയുടച്ച ശേഷം മാത്രമേ, ഷണ്ണനാക്കിയ ശേഷം മാത്രമേ അവരെ പണി കേൾപ്പിക്കൂ. അല്ലെങ്കിൽ സ്വാഭാവികമായും അവരുടെ മനുഷ്യൻ ഉണരാൻ സാധ്യതയുണ്ട്. അവസാനം അവിടുത്തെ കന്യകാത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കാനും സാധ്യതയുണ്ട്. ഇതൊന്നും സംഭവിക്കാത്ത തരത്തിൽ അവരെ ഷണ്ണന്മാരാക്കി മാറ്റുകയാണ്. അതാണ് അവിടെ പറയുന്നത്. 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ജന്മനാ ഷണ്ണന്മാരായവർ, അവരിനി എങ്ങനെ ശ്രമിച്ചാലും കുഞ്ഞുങ്ങൾ അവർക്ക് ജനിക്കില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് അവരെ തന്നെ മറ്റുള്ളവർ ഷണ്ണന്മാരാക്കിയവർ, കൊട്ടാരത്തിലുള്ള ഉദ്യോഗത്തിനായി കയറുമ്പോൾ അവരവരെ ഷണ്ണന്മാരാക്കി മാറ്റുന്നവർ. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് വരികയാണ്. ഞങ്ങൾ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിലെ ഞങ്ങൾ അതിൽപ്പെട്ടവരില്ല. വായിച്ചു നോക്കുക. മൂന്നാമത്തെ ഗ്രൂപ്പ് എപ്പടിപ്പെട്ടവർ? മൂന്നാമത്തെ ഗ്രൂപ്പ് എങ്ങനെയുള്ളവർ? പരലോക രാജ്യ നിമിത്തം തങ്ങളെയെ അണ്ണകളാക്കി കൊണ്ടവർ. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവർ. നല്ല വിളങ്ങിക്കൊള്ളുക, മനസ്സിലാക്കുക. ദേവനക്ക് മഹിമ. പരലോക രാജ്യ നിമിത്തം, സ്വർഗരാജ്യ നിമിത്തം, സിയോൻ നിമിത്തം, യെരൂശലേം നിമിത്തം ഞങ്ങൾ എങ്ങളെയെ അണ്ണകളാക്കി കൊണ്ടവർ. ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. ഇനി ഷണ്ണനാവുന്നെങ്കിൽ ഷണ്ണനാവണം. ആകാതെ പഠിക്കലിരുന്ന് ഷണ്ണൻ അഭിനയിക്കരുത്. അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചർച്ചില് അവിടുത്തെ വിശ്വാസി പെൺകുട്ടിയുമായി സെമിത്തേരി ചെന്നിരിക്കേണ്ടി വന്നത്. അപ്പൊ ഒരു ഷണ്ണനാണെങ്കിൽ ആ മെനക്കേടില്ല. അപ്പൊ ആടുകളെ ഏൽപ്പിച്ച് കയ്യിൽ കൊടുക്കുമ്പോൾ ആ ആടുകളുമായിട്ട് സെമിത്തേരി ചെന്നിരുന്ന് രമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ പരിഗ്രഹിക്കണമെങ്കിൽ, ഇയാളുടെ പ്രശ്നം ഇയാളെ ഷണ്ണനാക്കാതെ ഷണ്ണനാണെന്ന് പറഞ്ഞുകൊണ്ടിരുത്തിയിരിക്കുന്നതല്ലേ. അപ്പൊ അതിന് വ്യത്യാസം വരണ്ടേ? അപ്പൊ കൃത്യമായി ഒറിജിനലായിട്ട് നിങ്ങൾ സിയോന് വേണ്ടിയും യെരൂശലേമിന് വേണ്ടിയും ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങളെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഷണ്ണനാവണം. ഇത് ചാറ്റൽ മഴയുള്ളപ്പോൾ സെമിത്തേരി ചെന്നിരുന്ന് ദുഷ്പേര് കേൾപ്പിക്കുകയും അവസാനം അവിടുത്തെ സഭ പൊക്കി തമിഴ്നാടിന്റെ ബോർഡറിലോട്ട് കൊണ്ട് അടിച്ചത് കൊണ്ട് ഷണ്ണത്വം കേടുവരാതിരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസികളോട് പറഞ്ഞാൽ മതി. അവരത് കേൾക്കും. കാരണം അവർക്ക് ഇതെല്ലാം ഭയങ്കര വിശുദ്ധിയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു അങ്കിള് വിളിച്ചെന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ TPM വിശ്വാസികളെ മൊണ്ണകളെന്ന് പറഞ്ഞു, പിന്നെ വേട്ടവാളിയം പറഞ്ഞു. പിന്നെ എന്താണ് അങ്കിളെ ഞാൻ പറയേണ്ടത്? അതിനേക്കാൾ നല്ലൊരു വാക്ക് നിങ്ങൾ പറ. ഇങ്ങനെ ഷണ്ണന്മാരല്ലാതിരിക്കെ ഷണ്ണന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ തലയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ എന്താ പറയണ്ടേ? ദൈവങ്ങളല്ലാതിരിക്കെ ദൈവങ്ങളെന്നും പറഞ്ഞ് വിഗ്രഹങ്ങളെടുത്ത് ചുമലി വച്ചുകൊണ്ട് നടക്കുന്നവരെ നമ്മൾ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാലോ. ഇതുപോലെ നിങ്ങൾ വേറെ എന്താ പറയേണ്ടതെന്ന് പറയൂ. നല്ലൊരു വാക്ക് പറയൂ. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇവരെ വരി ഉടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഷണ്ണന്മാരെന്ന് പറഞ്ഞ് ആൾക്കാരെ കളിപ്പിക്കുന്ന ഉടായ്പ അവസാനിപ്പിക്കുക. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. മറ്റു ശുശ്രൂഷകരെക്കാൾ ഞങ്ങളുടെ ശുശ്രൂഷകർ ശ്രേഷ്ഠന്മാരാണ്, ഞങ്ങൾ ഷണ്ണന്മാരാണ്. എങ്കിൽ ഷണ്ണരാകൂ, ഞങ്ങളത് അംഗീകരിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് മദറുമായിട്ട് നാടുവിടുക, പാട്ടുകാരിയുമായിട്ട് നാടുവിടുക, വിശ്വാസിയുമായിട്ട് നാടുവിടുക, ഇതെന്ത് കളിയാണ് ഈ കാണിക്കുന്നത്? ഇതെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച് തുത്തു എന്ന് പറഞ്ഞ കാര്യം നടക്കൂ. എന്തെങ്കിലും മനുഷ്യനെ കബളിപ്പിക്കാതെ സത്യാവസ്ഥ പുറത്തു പറയാൻ നിങ്ങൾ ശ്രമിക്കൂ. ഒന്നുകിൽ നിങ്ങൾ ഷണ്ണനാണെന്ന് പറയൂ. ഇപ്പൊ ഇവിടെ MT തോമസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഷണ്ണന്മാരല്ലേ. പിന്നെന്താണ്? പറ്റിപ്പാണേ. അത് ജനം തിരിച്ചറിയൂ. நாங்கள் எங்களை என்று சொல்லும்போது அர்த்தம் என்ன? ഞങ്ങളെ തന്നെ പറയുമ്പോൾ அறுவை சிகிச்சை மூலமாக அண்ணகனாக்கப்பட்டவன், ഓപ്പറേഷൻ ചെയ്ത ഷണ്ണന്മാരായതല്ല. ஏதோ மருந்து சாப்பிட்டு அண்ணகனானவன், ഏതോ മരുന്ന് കഴിച്ച ഷണ്ണന്മാരായതല്ല. நாங்கள் எங்களையே அண்ணகளாக மாற்றிக்கொண்டோம். ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. அதுதான் எங்களுடைய பிரதிஷ்டை. അതാ ഞങ്ങളുടെ പ്രതിഷ്ഠ. ഞങ്ങൾ പ്രതിഷ്ഠയും ജീവിയും ഞങ്ങളുടെ செய்வோம். പ്രതിഷ്ഠാ ജീവിതം നയിക്കുന്നു. അണ്ണക ജീവിയും செய்வோம். ഷണ്ണന്മാരായി ജീവിക്കുന്നു. കേട്ടോ, ഞങ്ങൾ മരുന്ന് കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ പ്രതിഷ്ഠിച്ചതേ ഉള്ളൂ. എവിടെ പ്രതിഷ്ഠിച്ചു? ഈ പ്രതിഷ്ഠത്തിൽ നിങ്ങൾക്ക് എപ്പോഴും എഴുതേക്കല്ലോ. അതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മൾ തിരുവഴുത്തിൽ കാണുന്ന 2 കൂട്ട ഷണ്ണന്മാർ, ഒന്ന് ദൈവം ഷണ്ണനാക്കി, 2 മനുഷ്യർ ഷണ്ണനാക്കി, അല്ലെ? മൂന്നാമത്തെ ഗ്രൂപ്പ് നിങ്ങളെ തന്നെ നിങ്ങൾ ഷണ്ണന്മാരാക്കൂ. അപ്പൊ നമ്മൾ ഷണ്ണന്മാരല്ലാതെ ഷണ്ണനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് സുഖമുള്ള ഇടപാടല്ല എന്ന് പറയാൻ ചില ആൾക്കാർ റോഡെ പറഞ്ഞു നടക്കാറുണ്ടല്ലോ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അതിനെന്താണെന്ന് നമുക്കറിയാലോ. അത് നമ്മൾ ഊളംപാറ കൊണ്ട് കാണിക്കേണ്ട കേസാണ്, അല്ലേ? ഇപ്പൊ അതുപോലെയാണ് ഒരു ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ട് നടക്കാണ് നമ്മൾ ഷണ്ണന്മാരാണ്. എന്ത് പറയാനാണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് AI അല്ലാത്ത കാലഘട്ടത്തായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നൊക്കെ നാട്ടുകാർ കേട്ടതിനെ വിശ്വസിച്ചേനെ. കാരണം
കുറച്ച് ഇട്ടാവട്ടം ആൾക്കാരുടെ അടുത്തല്ലേ നിങ്ങൾ അടിക്കുന്ന ഡയലോഗുകൾ. ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സാധനം എടുത്ത് പ്രചരിപ്പിച്ചാലേ ആൾക്കാരുടെ അടുത്ത് നിങ്ങളെ പൊങ്കാലയിടും. അതുകൊണ്ട് കാര്യം തിരിച്ചറിയുക. ആൾക്കാരെ ഇനി അധികം പറ്റിക്കാൻ കഴിയില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. വിവാഹമില്ലാமல் ജീവിപ്പ, വിവാഹം കൂടാതെ ജീവിക്കുന്നു. അടുത്ത തലമുറയെ ഉരുവാക്കാமல் ജീവിപ്പ, അടുത്ത തലമുറയെ ജനിപ്പിക്കാതെ ജീവിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அப்படிப்பட்டதான மக்களும் தேவனுக்கு தேவை. അങ്ങനെയുള്ള ജനങ്ങളെ ദൈവത്തിന് വേണം. அன்னகர் தேவை. ഷണ്ഡന്മാർ വേണം. அவரால தான் தேவ சபையை பாதுகாக்க முடியும். അവരാണ് ദൈവസഭയെ സൂക്ഷിക്കുക. അവരാൽ താൻ ദേവസഭയെ പാതുകാക്ക മുടിയുമെന്ന് പറഞ്ഞാൽ എപ്പടി? ഒറിജിനൽ ഷണ്ണൻ അല്ലാതെ പറ്റിച്ച് ഷണ്ണത്വം വച്ചിരിക്കുന്നവരെ എങ്ങനെ ദൈവസഭയെ ഏൽപ്പിക്കാൻ പറ്റും? ഒറിജിനൽ ഷണ്ണനാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ പ്രാർത്ഥിക്കാൻ വിളിക്കാം. ഇത് എന്ത് അന്തരീക്ഷത്തിൽ വിളിക്കും? കഴിഞ്ഞ ദിവസം ഐറ്റുവൈക്കാരൻ കാണിച്ചു ഒരു ഷണ്ണൻ രാത്രി ഒരു ആന്റിയുടെ അടുത്ത് പോകുന്നത് അല്ലേ? തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവമാണ്. ഒരു വിശ്വാസിയുമായി സെമിത്തേരിയിൽ പോയത്. ഇവരുടെ കയ്യിലൊക്കെ എങ്ങനെ പിടിച്ചേൽപ്പിക്കും? എങ്ങനെ എപ്പടി പാതുകാക്ക മുടിയുമയ്യാ? അതുകൊണ്ട് ഈ ആൾക്കാരെ പറ്റിപ്പിക്കുന്ന പരിപാടിയൊക്കെ ദയവായി മതിയാക്കുക. ഒരിടത്ത് പൊക്കി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പതുക്കെ അവിടെ നിന്ന് അയാളെ റെഡിയാക്കി അടുത്ത സ്ഥലത്ത് പറഞ്ഞു വിടുക, വിശ്വാസിയുടെ കണ്ണിൽ പൊടിയിടുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന പരിപാടി. എന്നിട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠ പ്രതിഷ്ഠ, ഇത് എന്നെ പറച്ചില്ല. ഇതിങ്ങനെ പുട്ടിന് വീരെടുന്നവരെ പ്രതിഷ്ഠ 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 വിശുദ്ധന്മാർ എന്നൊക്കെ പറയുമ്പോ കേൾക്കാൻ വേണ്ടി കുറെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവർക്കിത് പറഞ്ഞാലോട്ട് മനസ്സിലാകത്തുമില്ല. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? இப்ப எனக்கு ஒரு குடும்பம் இருந்தா, എനിക്കൊരു കുടുംബമുണ്ടെങ്കിൽ உங்களோட குடும்பத்தை நான் எப்படி பாதுகாக்க ഞാൻ முடியும்? നിങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പരിപാലിക്കും? ஒரு நாள் முடியாது. സാധിക്കുകയില്ല. ஏதோ ஒரு பிரசவம் பண்ணி நான் போய் விடுவேன். ഞാൻ പ്രസംഗിച്ചിട്ട് പോകും. நீங்க ஜீவித்தாலும் ஜீவிக்காவிட்டாலும் നിങ്ങൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും நான் மறுபடியும் உங்களோட வீடு விசிட் பண்ணி, എന്നാൽ വീട് വീട് நீங்க സന്ദർശിക്കും. எப்படி இருக்கிறீர்கள், നിങ്ങൾ എങ്ങനെ ഇരിക്കും? ഇത് ഭയങ്കര തമാശയായി പോയി. ഞങ്ങൾ പ്രസംഗിച്ചിട്ട് അങ്ങ് പോവുകയല്ല, ഞങ്ങൾ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ആലോചന പറഞ്ഞ് എന്തൊക്കെയോ മറിച്ച് കളയുന്ന പറയുന്നത്. എന്ത് മറിക്കുമെന്നേ പറയുന്നേ? ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നെങ്കിൽ സ്വന്തം കുടുംബത്തെ ഭരിച്ചിട്ട് വേണം നിൽക്കാൻ. ഇപ്പൊ ഒരു ഫാമിലി പ്രശ്നം തീർക്കാൻ പോകുന്നിരിക്കട്ടെ, ഇതിന്റെ ജഗപോക അറിഞ്ഞൂടാത്ത ഒരുത്തൻ എങ്ങനെ തീർക്കും? ഒരു ഫാമിലിക്കകത്തുള്ള ശാരീരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നിങ്ങൾ തീർക്കാൻ പോകുന്നത്? അവിടുത്തെ മാനസിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? സെക്സുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇത് നിങ്ങൾ എങ്ങനെ തീർക്കുമെന്നായി പറയുന്നേ? ഇതെല്ലാം കൃത്യമായ അനുഭവസ്ഥർക്ക് മാത്രമേ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നു എങ്കിൽ നല്ല കാര്യം അവൻ ചിന്തിക്കുന്നു, അവൻ ഏക ഭാര്യയുടെ ഭർത്താവും മക്കളെ നേരെ ചൊവ്വേ നടത്തുന്നവനുമായിരിക്കണം. ഇത് വളരെ കൃത്യമായി പറയുന്നതിന്റെ കാരണം ഒരു കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടാവും. അല്ലാതെ നിങ്ങൾ പ്രസംഗിച്ചിട്ട് വീട്ടിൽ ചെന്ന് എന്ത് പറയുമെന്നായി പറയുന്നേ? ഒരു ചുക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. പിന്നെ കുടുംബസ്ഥരായി കുഞ്ഞുങ്ങളെയും വളർത്തി സഭ പരിപാലിക്കുന്ന ഒരു ഉപദേശി ചെയ്യുന്നതിന്റെ 100-1 നിങ്ങൾ ചെയ്യില്ല എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഇനി TPM-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകൂടി എടുത്ത് പറയാനുണ്ട്. നിങ്ങൾക്ക് ഒരു കുടുംബത്തെ കുറിച്ചും ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെട്ടി സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ഒരു ചർച്ചില് ഒരു വിശ്വാസിയുമായി സെമിത്തേരി ചെന്നിരുന്നു, പ്രശ്നമായി. ആ നാട്ടുകാർ ബഹളം ഉണ്ടാക്കി. അവിടെ നിന്ന് ഉപദേശിയെ പൊക്കുമ്പോ ഉപദേശി പെട്ടിയും പാത്രമായിട്ട് രാത്രിക്ക് രാമായണ സ്ഥലം വിടുകയാണ്. അവർക്ക് ആരെടുത്താണ് ഉത്തരവാദിത്വം? ഇയാളെ കൊണ്ട് സെമിത്തേരി കൊണ്ട് കറങ്ങിയ പെങ്കൊച്ചിന്റെ അടുത്ത് പോലും ഉത്തരവാദിത്വമില്ല. അതിൽ വല്ല കുഞ്ഞും ജനിച്ചോന്ന് അറിയാൻ പാടില്ല, വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അതിൽ പോലും പുള്ളി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇനി സാധ്യതയില്ല. അയാൾ എവിടെ പോയെന്ന് പറയുന്നേ? അയാൾ അടുത്ത സ്ഥലത്ത് ചെന്നു. അവിടെ 3 മാസമാകുമ്പോ ഒരു വിഷയം ഉണ്ടായാൽ അയാൾ പെട്ടിയെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവും, സെന്റർ മാറിപ്പോവും. പിന്നെ ആരുടെ അയാൾക്ക് ഉത്തരവാദിത്വം ഇരിക്കുന്നത്? ഇവിടെ അങ്ങനെയല്ല സുഹൃത്തെ. ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ എന്നൊക്കെ പറഞ്ഞ ചർച്ചിൽ ഇഷ്ടം പോലില്ലേ? ഒരു പാസ്റ്റർ ഒരിടത്തേക്ക് കൊണ്ടുവിട്ടാൽ അവിടുത്തെ വിശ്വാസികളുടെ മുഴുവൻ ഉത്തരവാദിത്വം ആ പാസ്റ്റർക്കാണ്. അവരെ കൃത്യമായി ശ്രദ്ധിക്കാൻ, അവരുടെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അവരുടെ ആത്മീക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അവർക്ക് ആവശ്യമായ ആത്മീക ഉത്തേജനങ്ങൾ നൽകാൻ, ഇതെല്ലാം ശ്രദ്ധിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ചർച്ചിനകത്ത് കമ്മിറ്റി ഉണ്ട്. ഇതിലെല്ലാം കണക്കും വഴക്കുണ്ട്. ചുമ്മാ പോകാൻ പറ്റത്തില്ല. അടുത്ത് ഉപദേശിക്ക് അവിടെ നിന്ന് സ്ഥലം മാറ്റം വരുമ്പോൾ വിശ്വാസിയുടെ എണ്ണം കുറഞ്ഞാൽ അയാൾക്ക് അടുത്ത് വരുന്ന സ്ഥലം മാറ്റത്തെ അത് ബാധിക്കും. അപ്പൊ വിശ്വാസിയെ സൂക്ഷിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വം, സുവിശേഷ പ്രവർത്തനം നടത്തേണ്ടത് അയാളുടെ ഉത്തരവാദിത്വം, നന്നായി ശുശ്രൂഷിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വം, അയാളുടെ കുടുംബത്തെ പരിപാലിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വം. ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇന്നത്തെ മീറ്റിംഗിന് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. നാളെ അടുത്ത ചർച്ചയിൽ പോകാൻ പറഞ്ഞാൽ വാരിക്കെട്ടി പൊക്കോണം.
അവിടെ ആരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞേ? കുടുംബവും ഇല്ല, മക്കളും ഇല്ല, വീട്ടുകാരും ഇല്ല, സഭയും ഇല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്ത് ഉത്തരവാദിത്വം എന്നായി പറയുന്നേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത്? ഞങ്ങൾ നിങ്ങളുടെ കേൾக்கிறோம், ഇതാ നിങ്ങളോട് ചോദിക്കും, അത് കേട്ട് ആലോചനകൾ തരുகிறோம், തക്കതായ ആലോചനകൾ കേട്ടപടി ഉങ്ങളെ നടത്തുகிறோம், അതിനൊക്കെ കൊണ്ട് നടത്തുന്നു. തലയാകിയ ക്രിസ്തുവുക്കൾ എല്ലാവറ്റിലെയും പൂർണ്ണരാകുമ്പടിക്ക് ഞങ്ങൾ ഉങ്ങളെ വളർത്തുகிறோம். ക്രിസ്തു എല്ലാ തലയോളം നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിന് വളർത്തുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഞങ്ങൾക്ക് വലിയൊരു പൊറുപ്പുണ്ട്. ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം. ഊഴിയർകളെ പോലല്ല, മറ്റുള്ള ശുശ്രൂഷകരെ പോലെയല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഞങ്ങൾക്ക് വലിയ പൊറുപ്പുണ്ട്. മറ്റ് ശുശ്രൂഷകന്മാരെ പോലല്ല. മറ്റ് ശുശ്രൂഷകന്മാരുടെ 100-1 TPM ചെയ്യുന്നില്ല, ഉറപ്പാണ്. രാത്രി 2 മണിക്കൊരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാലും മറ്റ് പാസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവും. ഒരു മരണം ഉണ്ടായാൽ മറ്റു ദൈവദാസന്മാരോട് ഉണ്ടാവും. നിങ്ങൾ ആരും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. 8:30 കഴിഞ്ഞാൽ നിങ്ങൾ ആരും പുറത്തിറങ്ങൂല. പിന്നെ നിങ്ങൾ വിശ്വാസ ഭവനത്തിൽ വിശ്വാസത്തോടെ കിടന്നുറങ്ങും. ഞാൻ എവിടെ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല. മറ്റു ദൈവദാസന്മാർ അങ്ങനല്ല, ഞങ്ങളൊക്കെ അങ്ങനല്ല. ഏത് നട്ടപ്പാതിരയ്ക്ക് വിളിച്ചാലും ഒരാവശ്യത്തിന് ഞങ്ങൾ അവിടെ ഓടിയെത്തിയിരിക്കും. അറിയാവോ? അതുകൊണ്ട് നമ്പരൊന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നാട്ടിൽ ഏതെങ്കിലും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ശുശ്രൂഷകൻ അവരുടെ വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? അവരുടെ സകല വിഷയങ്ങൾക്കും ആ ദൈവദാസൻ പ്രസന്റ് ആയിരിക്കും. നിങ്ങളിൽ ആരാ സുഹൃത്തെ പോകുന്നത്? എന്ത് വിഷയത്തിന് നിങ്ങൾ പോകും? ഒരു വിഷയത്തിനും പോകാനുള്ള കെൽപ്പ് നിങ്ങളുടെ ഷണ്ണന്മാർക്ക് ഇല്ല. അതുകൊണ്ട് ജനത്തെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഈ ഉടായിപ്പുകൾ ഇനി വിറ്റ് പോകില്ല സുഹൃത്തെ. ഇത് നമ്മൾ പറഞ്ഞാൽ നിങ്ങളെ തിന്നുകളയും. ദൈവത്തിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരു ചുക്കും ഇതിനകത്തില്ല. ഇതൊരു പൈശാചിക സംഘടനയാണ്. ഇതൊരു സൂപ്പർ കൾട്ടാണ്. ജനത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്തുവിലേക്ക് തിരിയേണ്ടുന്ന ജനത്തെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഷണ്ണന്മാരിലേക്ക് തിരിച്ചു കളയുന്ന ഉടായ്പ തന്ത്രമാണിത് എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് പാസ്റ്റർ എം ടി തോമസ് കാണിക്കുന്ന ഈ പൊറോട്ട നാടകം. ഞങ്ങൾ ഞങ്ങൾ ജീവനെയും വെറുത്ത് உங்களுக்கு ஊழியம் செய்கிறோம். ഞങ്ങളുടെ ജീവനെയും അകച്ചാ നിങ്ങൾക്കായി വേല ചെയ്യുന്നു. ഞങ്ങൾ വിസിറ്റിംഗ് பண்ணுகிறோம். ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നു. എതുക്കാக വിസിറ്റിംഗ് பண்ணுகிறோம்? ഇതിനാണ് വിസിറ്റിംഗിന് പോകുന്നത്. ദോശ സാപ്പിടുறதுക്കല്ല, ദോശ കഴിക്കാനില്ല, நீங்க தருகிற பிஸ்கட் சாப்பிடுறதுக்கല്ല, ബിസ്ക്കറ്റ് തിന്നാനില്ല. ഞാനെല്ലാം വീടുകളിൽ പോയാൽ ഒന്നും സാപ്പിട മാട്ടോം, ഒന്നും കഴിക്കാറില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ചുമ്മാ എന്തൊക്കെയോ പറയാണ്. ദോശ ശാപ്പിട മാട്ട എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ദൈവാസന്മാർ വന്നിട്ടുണ്ട്. എല്ലാം ശാപ്പിട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ആ ഭാഗത്തൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദോശ ശാപ്പിടുന്നതിന്റെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആത്മീകമായത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ ഭൗതികമായത് സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് കഴിക്കാതെ ആരും പോകാറില്ല. എല്ലാവരും കഴിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഈ മറ്റുള്ള ശുശ്രൂഷകന്മാരെ പോലെ ദോശ തന്നെയല്ല പോകുന്നത്. മറ്റുള്ള ശുശ്രൂഷകന്മാർ ദോശ തന്നെ പോകുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി ദോശ തിന്നാലും ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഞങ്ങളുടെ ജനത്തിന് ആവശ്യമായ കൃത്യമായ പരിചരണം കൊടുത്തിട്ട് തന്നെയാണ് അവരുടെ പാല് കുടിക്കുന്നെങ്കിൽ ഞങ്ങൾ കുടിക്കുന്നത്. അല്ലാതെ നിങ്ങളെ പോലെ ഒരു പ്രതീക്ഷ അവർക്ക് വെക്കാൻ പറ്റത്തില്ല. അടുത്ത ആഴ്ച വരുമ്പോ ഇപ്പോഴത്തെ ഷണ്ണനെ കാണാൻ പറ്റത്തില്ല. വേറൊരു അണ്ണൻ അവിടെ വന്നിരിക്കും. ഇയാൾ വേറെ എവിടെ നിന്നോ സ്ഥലം മാറ്റി അടിച്ചുവിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അവിടെ ഏതോ സെമിത്തേരി കയറി ഇരുന്നതിന് പൊക്കി ഇവിടെ കൊണ്ട് അടിച്ചതാണ്. ഇയാളെ ചുമക്കേണ്ട ഗതികേട്. ഇതാരാണെന്നോ ഏതാണെന്നോ ഏത് സൈസാണെന്നോ ഒരു പിടിയും ഈ വിശ്വാസിക്ക് കിട്ടത്തില്ല. വരുന്നതിനെ അപ്പച്ചാന്ന് വിളിച്ചോളണം. ദാറ്റ്സ് ഓൾ. എന്തൊരു ഗതികേടാണിത്. ഇനി അവര് പറയുന്നത് ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. ഭയങ്കര സംഭവമാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൽ ഞാൻ ഈ ഷണ്ണത്വം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മാന്യ സുഹൃത്തുക്കളെ, കൃത്യമായി മൂപ്പര് പറഞ്ഞു 3 തരം ഷണ്ണന്മാരുണ്ട്. 1 ദൈവം ഷണ്ണന്മാരാക്കിയത്, 2 മറ്റുള്ളവർ ഷണ്ണന്മാരാക്കിയത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷണ്ണന്മാരാക്കിയവർ, 3 തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവർ. ഇത് 3ലും ഇവർ പെടത്തില്ല. കാരണം ഇവർ ഷണ്ണന്മാരല്ല. ഇവർ ഉടായിപ്പിന്റെ പ്രതിഷ്ഠ മാത്രം പറഞ്ഞു നടക്കുന്നവരാണ്. ഇവരെ ഷണ്ണനെങ്കിലും ആകണമെങ്കിൽ ഇവർ വരി ഉടയ്ക്കപ്പെടണം. ഇവർ പറയുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇവർ വരി ഉടയ്ക്കപ്പെടണം. എന്നിട്ട് ഷണ്ണത്വം സ്വീകരിച്ചിട്ട് ഇവർ പറഞ്ഞ കച്ചവടം ചെയ്യട്ടെ, നമുക്ക് സമ്മതിക്കാം. അല്ലാതെ ഇവരെ ഷണ്ണന്മാരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് ഷണ്ണന്മാർ ഇപ്പൊ മാന്യമായി കുടുംബമായിട്ട് മക്കളുമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉടായിപ്പുകൾ മനുഷ്യരെ പറ്റിക്കുന്ന ഉടായിപ്പാണ്. ഇത് ജനം തിരിച്ചറിയണം. ഇത് പാസ്റ്റർ രാമൻകുട്ടിയുടെ ഒരു സംഘടനയാണ്. പാസ്റ്റർ ആൽവിൻ കൊണ്ടുവന്ന ഒരു ഏടാകൂടമാണ്. ഇത് ചുമന്ന് നടന്നു എന്ന് പറഞ്ഞ് സ്വർഗരാജ്യത്തിലൊന്നും പോകത്തില്ല. ഇതിൽ നിന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞ് ആരും നരകത്തിലും പോകത്തില്ല. ഇതൊരു സംഘടന എന്ന് മാറുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാന്യമായി വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർ സംഘടന വിട്ട് പുറത്തുപോയി വിവാഹം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കൂ. നിങ്ങൾ കൂലിപ്പണിക്ക് പോയി ജീവിച്ചാലും അതിനൊരു അന്തസ്സുണ്ട്.
ഷണ്ണൻ അല്ലാതിരിക്കെ പറ്റിപ്പ് പണിയുമായി നടക്കുന്ന ഇത് ഉഡായിപ്പാണ്. ഇതിനി അധികകാലം നിലനിൽപ്പുണ്ടാവില്ല എന്ന വസ്തുത തിരിച്ചറിയുക. തലച്ചോറ് വരിയുടയ്ക്കപ്പെട്ടിട്ടില്ലാത്തവർ ഗുണം പിടിക്കാൻ ശ്രമിക്കുക, ഇല്ലാത്തവർ ഇവരെ താങ്ങി നിൽക്കുക. ഇവർക്ക് നിങ്ങളെ തികഞ്ഞവനാക്കാൻ കഴിയുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇവരേ ഉഡായിപ്പാണ്. അതുകൊണ്ട് കാര്യം തിരിച്ചറിയുക, ബൈബിൾ അനുസരിച്ച് ജീവിക്കുക, മാനസാന്തരപ്പെടുക. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.